കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ എന്താണ് മുന്നോട്ട് വെച്ച ഉപാധി? ചില വ്യവസ്ഥകളിന്മേലാണ് അദ്ദേഹത്തെ മാറ്റിയത്. സുധാകരൻ തന്നെ പലതും ഇപ്പോൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എനിക്ക് അവസരം തരണമായിരുന്നു. അതെ, സുധാകരൻ പറയുന്ന ഈ കാര്യം പൂർണ്ണമായും ശരിയാണ്. CPM-ലെ പ്രായപരിധിയുടെ ഇളവ് നൽകിക്കൊണ്ട് പിണറായി വിജയനെ തന്നെ വീണ്ടും കപ്പിത്താനായി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതുപോലെയുള്ള ഒരു തുല്യശക്തിയെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അത് സുധാകരനെ കൊണ്ടേ പറ്റുകയുള്ളൂ. സുധാകരനോ മാത്രമേ CPM-നെ പിണറായിയെ എതിർത്ത് നിൽക്കാനുള്ള ത്രാണിയുള്ളൂ. അതും കണ്ണൂരുകാരൻ. CPM സുധാകരനെ പലപ്പോഴും ഭയക്കുന്നുമുണ്ട്. സുധാകരന് കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ പൾസ് അറിയാം. കണ്ണൂരിലെ CPM-ന്റെ തനി കൊണം അറിയാം. അങ്ങനെയുള്ള സുധാകരന് CPM-നോട് കൊമ്പ് കോർത്ത് നിൽക്കാൻ സാധിക്കും. 11 തവണയാണ് CPM-കാർ സുധാകരൻ്റെ കാർ ആക്രമിക്കപ്പെട്ടത്. 3 തവണ സുധാകരൻ അവരുടെ ബോംബേറിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. അത്രത്തോളം രാഷ്ട്രീയ വൈരം വെച്ച് പുലർത്തുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് സുധാകരന് അവസരം നൽകണമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ഈ 3-ാം ഊഴത്തിന് ഒരു തടയിടാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ നമുക്കത് തീർച്ച പറയാറായിട്ടില്ല. സുധാകരനെ മാറ്റിയതുകൊണ്ട് സണ്ണി ജോസഫിനൊന്നും അക്കാര്യത്തിലൊരു ത്രാണിയൊന്നും ഇല്ല എന്നുള്ളതാണ്. ഈ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞത് പാർട്ടിയിലും സർക്കാരിലും ഒക്കെ വിവിധ പദവികൾ നൽകാമെന്നുള്ള ഒരു വ്യവസ്ഥയിന്മേലാണ്. അതായത് UDF അധികാരത്തിൽ എത്തിയാൽ, അത് ബ്രാക്കറ്റിൽ ഒന്നുകൂടെ പറയട്ടെ, അധികാരത്തിൽ എത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ അധികാരത്തിലെത്തിയാൽ പല പദവികളും, സുപ്രധാനമായിട്ടുള്ള പദവികൾ, എന്തിന് ആഭ്യന്തര വകുപ്പ് തന്നെ നൽകാമെന്നുള്ള രീതിയിലാണ്. അത് ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയാകാൻ തന്നെ യോഗ്യനാണ്. പിന്നെ അദ്ദേഹത്തെ ആഭ്യന്തര വകുപ്പിൽ തന്നെ ഒതുക്കുന്ന എന്തടിസ്ഥാനത്തിൽ? KC വേണുഗോപാലുമായിട്ടുള്ള ഒരു ചർച്ചയും കരാറിന്മേലുമാണ് സുധാകരൻ മാറിയത്. രാഹുലിനോടും ഖാർഗെയോടും സുധാകരൻ സംസാരിച്ചു. പക്ഷെ സുധാകരൻ പറയുന്നതായ കാര്യങ്ങളൊന്നും ഖാർഗെയ്ക്ക് മനസ്സിലാകുന്നില്ല. ഖാർഗെയ്ക്ക് സുധാകരൻ്റെ വലിപ്പമോ കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമോ അറിയത്തില്ല എന്നുള്ളതാണ്. ഖാർഗെയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടെ സോണിയ അമ്മച്ചിയുടെ വീടിനെ ചുറ്റിപ്പറ്റി മാത്രം നിൽക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഖാർഗെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാലിനെ കാര്യങ്ങളെല്ലാം ശട്ടം കെട്ടി നിർത്തിയത്. KC ആണ് സുധാകരനുമായിട്ട് ഇത്തരത്തിലുള്ള ചർച്ച നടത്തി ഒരു പിന്മാറ്റത്തിന് ഇടകുറിച്ചതും. അപ്പം എന്തായാലും പിണറായിയെ ഇറക്കാൻ കോൺഗ്രസ്സുകാർക്ക് വലിയ താല്പര്യമില്ല എന്ന് വേണം നമുക്ക് പറയേണ്ടത്. കാരണം പിണറായിയോട് അതിശക്തമായി എതിരിടാൻ കഴിയുന്നത് സുധാകരന് മാത്രമേ കഴിയുകയുള്ളൂ. കടുത്ത പിണറായി വിരുദ്ധ നിലപാടെടുക്കുന്ന സുധാകരന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിൽ. ബാക്കിയുള്ളവരിലൊക്കെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഉണ്ടെന്നുള്ളതാണ്. അതായത് ഈ കാര്യങ്ങളൊക്കെയാണ് സുധാകരൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. സുധാകരൻ ഒരു വെടി പൊട്ടിച്ചുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എനിക്കിരിക്കണമെന്നുണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, സുധാകരനോടൊപ്പം അണികൾ ധാരാളമുണ്ട്. അല്ലാതെ VD സതീശനോടും ചെന്നിത്തല നായരോടും ഒപ്പം മാത്രമല്ല അണികളുള്ളത്, സുധാകരനും അണികൾ ധാരാളമുണ്ട്. 6 PCC പ്രസിഡന്റന്മാരെ മാറ്റുന്നു എന്നുള്ള ഒരു തീരുമാനം എടുത്തു എന്നാണ് KC പറയുന്നത്. കഴിഞ്ഞ സമീപ സമയത്ത് നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ എടുത്തതാണ് 6 PCC പ്രസിഡന്റുമാരെ മാറ്റുക എന്നുള്ളത്. അക്കൂട്ടത്തിൽ ഒന്നായി കേരളത്തിലും
കേരളത്തിൽ മാറ്റിയതെന്തെന്ന് ചോദിച്ചാൽ ക്രൈസ്തവ വിഭാഗത്തെ മുഴുവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, ക്രൈസ്തവർ മുഴുവൻ വന്ന് BJP-യിലേക്ക് UDF-ലേക്ക് കോൺഗ്രസിലേക്ക് മറിയും എന്നാണ് അവർ കണക്ക് കൂട്ടിയത്. ആ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി എന്നുള്ള വിവരം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വിവേകം വളരെ പതുക്കെ ഉദിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പലപ്പോഴും അധികാരം കിട്ടാതെ പോകുന്നത്. ഈ പലതരത്തിലും CPM-വുമായിട്ട് കൊമ്പ് കോർത്ത് മുൾമുനയിൽ നിൽക്കുന്നത് സുധാകരൻ മാത്രമാണ്. ആ സുധാകരനെ ഇവർ ഇപ്പോൾ നീക്കിയത് എന്തായാലും പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു പരാജയവും ക്ഷീണത്തിലേക്കുമായിരിക്കും. സുധാകരൻ പറയുന്നുണ്ട്, എനിക്ക് KPCC അധ്യക്ഷ സ്ഥാനം ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെയും ഞാൻ പിണറായിക്കെതിരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കും, കേരളം മുഴുവൻ ഞാൻ പ്രസംഗിക്കും എന്ന്. അപ്പോൾ എന്തായാലും സുധാകരന് മേൽ അണികൾ ധാരാളമുണ്ട്. ഈ അണികളുടെ കൂടി പിൻബലം ഉണ്ടാകുമ്പോൾ സുധാകരൻ അതിശക്തമായിട്ട് തന്നെ അധ്യക്ഷ പദവിയിൽ അല്ലെങ്കിലും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ KC വേണുഗോപാൽ നൽകിയിരിക്കുന്ന ഒരു കരാറെന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരുമ്പോൾ സ്ഥാനമാനങ്ങൾ നൽകുമെന്നുള്ളതാണ്. സുധാകരനെ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ മാറ്റി? ചിലരുടെ കുത്തിത്തിരിപ്പും പാരവയ്പ്പുമാണ്. അതെന്താണ്? സുധാകരൻ അനാരോഗ്യ പ്രശ്നം. അപ്പോൾ 2026 UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അനാരോഗ്യ പ്രശ്നം ഇല്ലെന്നാണോ? അതോ അനാരോഗ്യമുള്ളവരെ മാത്രമേ UDF മന്ത്രിസഭയിലേക്ക് എടുക്കുകയുള്ളൂ എന്നാണോ? അപ്പോൾ അനാരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ 80-ൽ നിൽക്കുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അനാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ചില സമയത്തൊക്കെ അസ്വസ്ഥത കാണിക്കുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ടുള്ള തരത്തിലുള്ള അസ്വസ്ഥത തന്നെയാണ്. മാധ്യമപ്രവർത്തകരോട് ചൂടാകുന്നു, അതുപോലെ തന്നെ പലരോടും അദ്ദേഹം ചൂടാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അധിക സമയം ജോലിയിൽ മുഴുകി നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂർ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ തന്ത്രപൂർവ്വം നീക്കുന്നുമുണ്ട്. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ തന്നെ കരുനീക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ അത്തരത്തിലുള്ള അനാരോഗ്യ പ്രശ്നം നിൽക്കുന്ന പിണറായി വിജയന് പാർട്ടിയിൽ പ്രായപരിധിയിൽ ഇളവുകൾ കൊടുത്തുകൊണ്ട് വീണ്ടും പടനായകനാക്കിയപ്പോൾ സുധാകരനെ എന്തുകൊണ്ട് മാറ്റി? ഇത് സുധാകരൻ തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നെ മാറ്റിയതിൻ്റെ കാര്യം ആരാണെന്ന് എനിക്കറിയാം. ആ ഒരുവനാണ് കോൺഗ്രസിനകത്തുള്ള. അതിൻ്റെ പിന്നിൽ വേറെ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് സുധാകരൻ പറയുന്നത്. അതെ, ലക്ഷ്യമുണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ സണ്ണി ജോസഫ് വന്നിരിക്കുന്നു. സണ്ണി ജോസഫിനെ പാരവയ്ക്കുകയും കുത്തിത്തിരിപ്പ് നടത്തുകയും ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? കോൺഗ്രസിൽ ആര് വന്നാലും അവർക്കെതിരെ ഒരു കരുനീക്കം എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. പാർട്ടിയിലുണ്ട്. അതാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ വീണ്ടും വരണമെന്നാണ് അവരെ ആഗ്രഹിക്കുന്നത്. കാരണം കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ നിരവധി പേര് മുഖ്യമന്ത്രിയാകും. ഓരോരുത്തർക്കും ഓരോ വർഷം വെച്ച് വേണമെങ്കിലും കൊടുക്കാം. 5 വർഷമാണല്ലോ കാലാവധി. അപ്പോൾ ഒരു വർഷം ഒരാൾ എന്നുള്ള രീതിയിൽ ചെന്നിത്തലയ്ക്കും VD സതീശനും ശശി തരൂരിനും കെ സുധാകരനും ഡൽഹിയിൽ നിന്ന് ഇറങ്ങി വരുന്ന KC വേണുഗോപാലും ആകട്ടെ, അങ്ങനെ ഓരോ വർഷവും. അപ്പോൾ 5 വർഷം കൊണ്ട് 5 കേരള മുഖ്യമന്ത്രിമാരെ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരുടെക്കും പിന്നിൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി എന്നുള്ളതുമാകും. ചെന്നിത്തല നായരെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി ആഗ്രഹം നടന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്നായിരിക്കും നടക്കുക? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഇത്രയും കൊല്ലം അക്ഷീണ പ്രയത്നം നടത്തി നല്ല പ്രതിപക്ഷ നേതാവുമായിരുന്നു. എന്നിട്ടാണ് അദ്ദേഹത്തെ 2021 മാറ്റിയത്. അങ്ങനെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനം പോയതും. ഇനിയിപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ എന്തായിരിക്കും? അപ്പോൾ കോൺഗ്രസിനകത്ത് വേറെ ചില പ്രശ്നങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യും.
അപ്പോൾ എന്തായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ശക്തമായി പ്രവർത്തിച്ച് CPM-ന് എതിരായിട്ട് നിൽക്കുന്ന ഒരാളായി നിന്നുകൊണ്ട് കേരളത്തിലൊരു ശക്തി കോൺഗ്രസിന് ഉണ്ടാക്കാനുള്ള ശ്രമം തന്നെ അദ്ദേഹം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ എങ്ങനെ പുറത്ത് ചാടിച്ചാലും